ഇന്ന് നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. 4 മണി ചായക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു സവാള ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സവാള ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഇത് ഈ ഒരു വലുപ്പത്തിൽ വളരെ ചെറിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇതുപോലെ ചേർക്കുന്നതുകൊണ്ട് ഇത് വെന്ത് കിട്ടാതിരിക്കില്ല. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഉരുളക്കിഴങ്ങും വെന്ത് കിട്ടിക്കോളും. ഉരുളക്കിഴങ്ങ് ഒന്നങ്ങ് വഴറ്റിയെടുത്ത് ഏകദേശം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കണം. കുറച്ച് സമയം ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടിക്കോളും. പിന്നെ ഇനി ഇതിലേക്ക് കുറച്ച് കേബേജാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് കേബേജ് മാത്രം മതിയാകും. കേബേജിന് വളരെ കുറഞ്ഞ വേവേ ഉള്ളൂ, അതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൊടികൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ മസാലയ്ക്ക് അത്ര ടേസ്റ്റ് കിട്ടൂല. പിന്നെ ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിലും അത്ര ടേസ്റ്റ് കിട്ടൂല. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് പോകുന്നവരെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇതുപോലെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 1/2 കപ്പിൻ്റെ കപ്പായതുകൊണ്ടാണ് കേട്ടോ ഈ കപ്പിൽ നിറയെ എടുത്തത്. 125 ml കപ്പാണിത്. പിന്നെ ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് മൈദപ്പൊടി എടുക്കുമ്പോൾ 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കാം. പിന്നെ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ആദ്യം ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ തോതിൽ മാറ്റം ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ ഇതാ കണ്ടു, ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ബാറ്ററിന് വേണ്ടത്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഈ മാവ് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രഷ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നല്ല നൈസായിട്ടാണ് ഈ ഷീറ്റ് നമുക്ക് കിട്ടേണ്ടത്. ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്ക് നമ്മളിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റണം. ഒരു 30 സെക്കൻഡൊക്കെ നമുക്ക് പാനിൽ വെച്ചിരുന്നാൽ മതി. വേഗം തന്നെ നമുക്കിത് എടുത്ത് മാറ്റാം. അതല്ലെങ്കിൽ നമ്മളിതിൽ ഫില്ലിംഗ് നിറയ്ക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കിയുള്ള എല്ലാ ഷീറ്റും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്കൊരു 10 ഷീറ്റ് വരെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ.
പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വേഗം തന്നെ പാനിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഷീറ്റ് കിട്ടേണ്ടത്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്തും ഒരു പ്ലേറ്റിലിട്ട് വെക്കുക. ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം അടുത്ത ഷീറ്റിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഓരോന്ന് റെഡിയാക്കി എടുക്കുമ്പോഴും ഇതുപോലെ ഒരു പ്ലേറ്റിലിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം അടുത്ത ഷീറ്റിൻ്റെ മേലെ വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഞാൻ ഈ ഒരു പ്ലേറ്റിലാണ് ഓരോന്നും വെക്കുന്നത്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ മേലേക്ക് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ കനം കുറഞ്ഞ ഷീറ്റാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്ക് ഓരോ ഷീറ്റ് എടുത്തിട്ട് ഫില്ലിങ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നീളത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയതിന് ശേഷം അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതുപോലെയാണ് നമ്മൾ ഈ ഷീറ്റ് മടക്കിയെടുക്കേണ്ടത്. ഇതുപോലെ ഒന്ന് അങ്ങ് റോൾ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ എൻഡിൽ കുറച്ച് മൈദപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാതെ കിട്ടും. ഇപ്പോൾ നമ്മളൊരു റോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. ആദ്യം ഇതുപോലെ ഷീറ്റിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നീളത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ ഇതുപോലെ അടുത്ത സൈഡും മടക്കാം. പിന്നെ ഇതുപോലെയാണ് നമ്മളിത് റോൾ ചെയ്തെടുക്കേണ്ടത്. എൻഡിൽ ഇതുപോലെ മൈദപ്പൊടിയുടെ ബാറ്റർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. എല്ലാ റോളും ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ഈ റോളൊന്ന് വറുത്തെടുക്കാനുള്ള ഓയിൽ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ആദ്യം 3 എണ്ണം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. Thank you.